എന്റെ സെൽഫ് വർത്ത് ഇരിക്കുന്നത് ഞാൻ ഓവർ ഗിവ് ചെയ്യുമ്പോഴാണ്, ഞാൻ മറ്റൊരാളെ റെസ്ക്യൂ ചെയ്യുമ്പോഴാണ്, അതുപോലെ തന്നെ ഞാൻ ഹൈപ്പർ ഇൻഡിപെൻഡന്റ് ആവുമ്പോഴാണ്, അതുപോലെ തന്നെ ഞാൻ ഓവറായിട്ട് ഒരാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ്. പാരന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ പാർട്ട്ണർ ഉണ്ടല്ലോ, ആ പാർട്ട്ണർ മനസ്സിലാക്കുക, ഓവർ ഫങ്ഷൻ ചെയ്യേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ ഓവർ ഗിവ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈക്വൽ ആയിട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഒരു റിലേഷൻഷിപ്പും ഒരാൾ റിസീവർ ആയിട്ട് മറ്റൊരാൾ ഗിവർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. രണ്ടുപേരും ഈക്വലി റിസീവ് ചെയ്യണം, ഈക്വലി എന്ത് ചെയ്യണം, ഗിവ് ചെയ്യണം. ചില ടൈമിൽ അത് 50-50, ചില ടൈമിൽ അത് 60-40 ആയിരിക്കും, ചില ടൈമിൽ അത് 70-30 ആയിരിക്കും. പക്ഷെ ഒരാൾ എൻ്റേർലി ഗിവ് ചെയ്യാനോ മറ്റൊരാൾ എൻ്റേർലി റിസീവ് ചെയ്യാനോ നിന്ന് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ പരിധി കഴിയുമ്പോൾ, ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ മടുപ്പ് വരുന്നതും നമ്മൾ ഒരുപാട് ഡ്രെയിൻഡ് ആവുന്നതും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഒരാൾ മാത്രം ഓവറായിട്ട് ഗിവ് ചെയ്യുമ്പോൾ മറ്റൊരാൾ എല്ലായ്പ്പോഴും റിസീവ് ചെയ്യുമ്പോൾ അവിടെ ഇംബാലൻസ് വരുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിലോട്ട് നിങ്ങൾ കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പേഴ്സണൽ ഗോൾസ് ഉണ്ടായിരിക്കില്ലേ, അങ്ങനത്തെ പേഴ്സണൽ ഗോൾസ്, പേഴ്സണൽ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഹോബീസ്, സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഇതിലെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടുപേര് കൂടി ചേരുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗോൾസ് എന്താണെന്നും നിങ്ങൾ ഗ്രോ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണെന്നും സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾക്ക് സ്വയം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടും കുറച്ചും കൂടി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.